അള്ളാന്റെ വീട്ടിലേക്ക് പോകണ്ടെന്നാണ് തീരുമാനം പറയുന്നതെങ്കിൽ പിന്നെ അവരെ നോക്കി നിന്നിട്ട് കാര്യമില്ല, അവരെ നീക്കിയിട്ട് മുന്നോട്ട് തന്നെ ഓരോ സ്വഹാബത്തും അഭിപ്രായം പറഞ്ഞു പോകാം. കാരണം എന്തേ? അന്ധേരി രാത്ത് മെന്നൂറേ ഹിറാക്കെ ഹോത്തെ ഹുയേ ഭളക് രഹാ ഹോ തെരെ നഖ്ശ പാക്കെ ഹോത്തെ ഹിയേ कभी न आप किसी रत से कसबे फैज किया मैं राह भूल गया रहनुमा के होते हुए. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിലാണ്, ഞങ്ങൾ ലോക നേതാവിന്റെ അനുയായികളാണ്, ഞങ്ങൾ സധൈര്യം മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഗുലാബ് സോഗ് ഗയേ ഹേ ഘടാകെ ഹോത്തെ ഹുയേ ഹമാരെ സീനോं में बीमार दिल धड़कते हुए. അല്ലയോ ഹബീബായ നബിയേ, അവിടുത്തെയുടെ പിന്നിൽ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും മുന്നേറ്റത്തിന് ഞങ്ങൾ മാറി നിൽക്കുന്നില്ല. ജബാൻ ഇസ്മെ മുഹമ്മദ് का वर्द करती है सलकती रीत पर जो रजफा के होते हुए. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്യാപ്റ്റനായി ഞങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബൈഅത്ത് ചെയ്തവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് കൂടിയാലോചന നടത്തിയപ്പോ എല്ലാവരുടെ അഭിപ്രായം ശക്തമായി മുന്നോട്ട് പോകാൻ. ഹബീബ് അവിടെയും ഒരു നയമുള്ള ആളാണ്. സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ, നമ്മൾ നേരെ മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള വഴിയിൽ യാത്ര വേണ്ട, അല്പം വഴിയൊന്ന് മാറിപ്പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ ഉള്ള റൂട്ടിൽ നിന്ന് റൂട്ട് മാറ്റി സഞ്ചരിക്കുകയാണ്. മെയിൻ റോഡിൽ നിന്ന് മാറിയിട്ട് ബൈ റോഡിലേക്ക് സഞ്ചാരം മാറ്റുകയാണ്. യഥാർത്ഥത്തിൽ ഖാലിദ് ബിൻ വലീദ് അന്ന് മുശ്രിക്കീങ്ങളുടെ നേതാവാണ്. മഹാനായ സ്വഹാബിയായി പിൽക്കാലത്ത് വന്നുവെങ്കിലും അന്ന് മുശ്രിക്കീങ്ങളുടെ സേനാധിപതിയാണ്. അദ്ദേഹത്തിന്റെ സൈന്യത്തോടൊപ്പം മക്ക മദീന ഹൈവേയിലാണ് നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നമുക്ക് വഴിമാറി പോകാം. ഖാലിദ് ബിൻ വലീദും അതുപോലെ തന്നെ നയമുള്ള സേനാ നായകനാണ്. രണ്ടുപേരെ വളരെ ഉയർന്ന മലയുടെ മേലെ നിർത്തി. പൊടി ഉയരുന്നത് കണ്ടാൽ അറിയാം ഒരു സംഘം വരുന്നത്. അപ്പോൾ പൊടി ഏതു ഭാഗത്താണ് ഉയരുന്നതെന്നറിയാൻ നോക്കിയപ്പോൾ ഖാലിദ് ബിൻ വലീദ് അറിയുന്നു മെയിൻ റോഡിൽ നിന്ന് സഞ്ചാരം മാറിയിട്ടുണ്ട്. ഖാലിദ് ആ വഴിക്ക് പോവുകയാണ്. അപ്പോഴേക്ക് ഹബീബ് വീണ്ടും വഴിയങ്ങ് മാറി. ലോകത്തുള്ള ഭരണാധികാരികൾക്ക് മുഴുവനും നയമറിയിച്ചു കൊടുക്കാനുള്ള നേതാവാണ്. കേവലം ഒരു മതത്തിന്റെ ചില ആചാരങ്ങൾ മാത്രം പറഞ്ഞു പോയ ആളല്ല, ജീവിതത്തിന്റെ മുഴുവൻ തലങ്ങളെയും ഉപാസിക്കുന്ന നേതാവാണ്. അങ്ങനെ വാദി അസ്ഫാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഇബ്നു വർഖാ എന്ന് പറയുന്ന ആള് വന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറയാണ്, ഓ സിദ്ദീഖേ, ഈ പോക്ക് നല്ലതല്ല, മുശ്രിക്കീങ്ങൾ അവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. മുശ്രിക്കീങ്ങൾ ഒരുങ്ങി റെഡിയായിരിക്കുക, പോയാ വെറുതെ ഒന്നും വരാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ ഒത്താശയും മോശാരവും ഒന്നും വേണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഖാലിദ് ബിൻ വലീദിന്റെ സൈന്യം ഒരുങ്ങി വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന്റെ കൂടെ മുന്നോട്ട് പോവുകയാണ്. കാരണം റസൂലുള്ളാഹിക്ക് ഒരു നിർബന്ധമുണ്ട്, രക്തച്ചൊരിച്ചിൽ നടക്കാതെ ഞങ്ങൾക്ക് മക്കയിലെത്തണം. അത് കേവലം ഒരു ഭംഗി വാക്കല്ല. ഖാലിദ് ബിൻ വലീദിനെ കണ്ടുമുട്ടിയാൽ 1400 പോരാളികളും 200 കുതിരസവാരിക്കാരും റസൂലുള്ളാഹിന്റെ കൂടെയുണ്ട്. അതിജയിക്കാനുള്ള കരുത്തുണ്ട്. പക്ഷേ
ഇവിടെ രക്തച്ചൊരിച്ചിലോടെ മക്കയിലേക്ക് കടക്കണ്ട. ഇത് കേവലം ഒരു ഭംഗി വാക്കല്ല. അള്ളാന്റെ ഹബീബ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്യാൻ നേരം രഹസ്യമായിട്ടാണ് ഹിജറ പോയത്. പരസ്യമായിട്ട് ഹിജറ പോകാഞ്ഞത് എന്താണ്? പരസ്യമായിട്ട് പോയാൽ അള്ളാന്റെ റസൂൽ ഹിജറ പോകാൻ ഇറങ്ങുമ്പോൾ മുശ്രിക്കീങ്ങൾ എന്ന് പറയും, പോകാൻ പറ്റില്ല, ഇവിടെ സർവത്ര കുഴപ്പമുണ്ടാക്കി, ഇനി മദീനയിലേക്ക് പോവാണ്, യസ്രിബിലേക്ക് പോവാണ്, പറ്റൂല എന്ന് പറയും. അപ്പൊ സ്വഹാബത്ത് ഇറങ്ങും, ഞങ്ങളുടെ നേതാവിനെ തടയാൻ പറ്റൂല എന്ന്. അവിടെ അടിയും പിടിയും കലാപവും നടക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരും അറിയാതെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ ഇസ്ലാമിന്റെ ഇസ്സത്ത് കാണിക്കണമല്ലോ. പേടിച്ചു ഭീരുവായി പോയി എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് ചിലരൊക്കെ പരസ്യമായിട്ട് പോകണം. അതിനുവേണ്ടി തയ്യാറായ ആളാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മദീനയിലേക്ക് പോവാ, ആരാടാ തടയാൻ? ഒരാളും തടയാൻ വന്നില്ല. അതുകൊണ്ടാണ് മഹാന്മാർ എഴുതി, ലിമാദാ ഹാജറൻ നബിയ്യു സിർറൻ വഹാജറ ഉമർ ജഹ്റാ. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതുക്കെ ഹിജറ പോയത് രഹസ്യമായി? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പരസ്യമായി ഹിജറ പോയത് കാരണം എന്തെന്ന് ചോദിച്ചാൽ രണ്ടിനും രണ്ട് താല്പര്യങ്ങളാണ്. ഒന്ന് ഇസ്ലാമിന്റെ ഇസ്സത്ത് അറിയിക്കലാണ്, രണ്ട് ജനങ്ങൾക്ക് ക്ഷേമം നൽകലാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിൽ പീഡനം അനുഭവിച്ചപ്പോഴും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് വേദന അനുഭവിച്ചപ്പോഴും അവിടെയെല്ലാം സഹനമാണ്, ക്ഷമയാണ്. കാരണം ജനങ്ങൾക്ക് ക്ഷേമമുണ്ടാകണമെന്ന് ചിന്തിക്കുന്ന നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചമക് തുജ്സേ പാते हैं सब पाने वाले मेरा दिल भी चमका दे चमकाने वाले मदीने के खित्ते खुदा तुझको रखे गरीबों फकीरों के ठहराने वाले तू जिंदा है वल्लाह तू जिंदा है वल्लाह मेरे चश्मे आलम से चुप जाने वाले. മദീനയുടെ മണൽപ്പരപ്പിൽ നിന്ന് ലോകമാകമാനമുള്ള ജനതയുടെ ഹൃദയാന്തരങ്ങളിൽ പട്ടുവിരിച്ചുകൊടുത്ത ലോകത്തിന്റെ നായകർ പാരതന്ത്ര്യത്തിന്റെ വേദനയിൽ നിന്ന് മോചനത്തിന്റെ മഹാവിഹായുസ്സിലേക്ക് ലോകമാകമാനമുള്ള ജനതയെ മാടി വിളിച്ചിട്ട് സദ്യ ഒരുക്കിയ നായകർ, എന്റെ സദ്യ ഞാൻ ഒരുക്കി വെച്ച സദ്യയിലേക്ക് വിളിക്കുന്നത്, അഥവാ ലോകാധികാരിയായ പടച്ചവൻ ഒരുക്കിയ സദ്യയിലേക്ക് വിളിക്കുന്ന ആളാണു ഞാൻ. മന്നജാബദ്ദായി ദഖലദ്ദാറ വഅകല മിനൽ മഅ്ദുബാ. ഞാൻ സദ്യയിലേക്ക് വിളിക്കുന്നയാളാണ്. എന്റെ ക്ഷണം സ്വീകരിച്ചു വന്നാൽ നിങ്ങൾക്കുള്ളത് അല്ലാഹുവിന്റെ സദ്യയാണ്. പെങ്ങളെ, നീ ഇന്ന് സിനിമയുടെ ലോകത്ത് മയങ്ങിപ്പോയി. നീ താൽക്കാലിക സ്വാതന്ത്ര്യത്തിന്റെയും സന്തോഷത്തിന്റെയും ലോകത്താണ്. കലാലയത്തിന്റെ മുറ്റത്ത് നിന്ന് കാമകേളികളുടെ വൃത്തികേടുകളിൽ ആപതിച്ചു പോകുന്ന പുതിയ ജനത നൈമിഷികമായ സുഖത്തിന് വേണ്ടിയാണ്, താൽക്കാലികമായ സന്തോഷത്തിന് വേണ്ടിയാണ്. മോളെ, അത് നൈമിഷികമാണ്, നശീകരിക്കപ്പെടുന്നതാണ്, നശൂർണമാണ്. അനന്തമായൊരു ലോകമുണ്ട്, അത് ലോകനായകരൊരുക്കിയ സ്വർഗമാണ്. നീ ഇവിടുത്തെ സ്വർഗത്തിനല്ല അധ്വാനിക്കേണ്ടത്, അവിടുത്തെ സ്വർഗത്തിനാണ്. അതിലേക്ക് വിളിക്കുന്ന നായകരത്രേ ലോകത്തിന്റെ നായകർ സയ്യിദി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ചരിത്രം കേട്ട് പോയാ മാത്രം പോരാ, നമ്മുടെ ഹൃദയത്തിലും മക്കളുടെ ഹൃദയത്തിലും ഹബീബിനോട് അളമത്ത് വരണം, ബഹുമാനം വരണം. റസൂലുള്ളാഹി തങ്ങളിലേക്കൊന്ന് ചേരണം, ഹബീബിലേക്കൊന്ന് ലയിക്കണം. കാരണം ഹറം കീ ജമീൻ ഓർ ഖദം രഖ് കെ ചൽനാ, ഹറം കീ ജമീൻ ഓർ
कदम रख के चलना अरे सर का मौका ओ जाने वाले യാത്രികരെ യാത്രികരെ മക്കയിലേക്ക് മദീനയിലേക്ക് വരുന്ന സഞ്ചാരികളെ ഹറം കീ ജമീൻ ഇത് ഹറമിന്റെ മണ്ണാണ് ഇത് മദീനയുടെ മണ്ണാണ് ഹബീബിന്റെ മണ്ണാണ് ഓർ ഖദം രഖ് കെ ചൽന ഇവിടെ നീ കാലൂന്നി നടക്കൽ അരേ സർക മൗഖ ഇത് തലവെക്കേണ്ട തലമാണ് ഹബീബിന്റെ പാദസ്പർശം കൊണ്ട് പുളകമണിഞ്ഞ മണ്ണാണ് അവിടുത്തെ വർണ്ണാഭമായ വസന്ത സാക്ഷ്യങ്ങൾക്ക് സന്നിഹിതരായ മണ്ണാണ് അതുകൊണ്ട് ചീനിലെ മേരെ ഖുബറാനെ വാലെ റസാ നഫ്സെ ദുശ്മൻ ഹെ दाओं ने आया कहा तुमने देखे हैं ചന്ദ്രാനെ വാലേ എവിടെ നോക്കിയാലും പ്രഭാവമേ എവിടെ നോക്കിയാലും പ്രകാശമേ എവിടെ നോക്കിയാലും സ്തുതിയുടെ സ്തോത്രങ്ങളുടെ മഹിഷ്ടഭാവങ്ങളുടെ പര്യായമേ എന്റെ നായകർ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബിന്റെ സഞ്ചാരം മുന്നോട്ട് പോവുകയാണ്. ഈ യാത്രയിലെ കഥനം നടത്തിയാൽ ഞാൻ എന്തു ചെയ്യാനാണ്? ഇന്ന് സൗദി അറേബ്യയിലെ പ്രമുഖനായ ഭരണാധികാരികളുടെ സഹകാരി അബ്ദുള്ള രാജാവിന്റെ അടക്കമുള്ള ഭരണാധികാരികളോടൊപ്പം കൂടിയാലോചന നടത്തുന്ന സമിതിയുടെ മേധാവി ഡോക്ടർ അബ്ദുള്ള അൽ ഖാദി, അദ്ദേഹം ഹബീബിന്റെ ഒരു മുഹിബ്ബാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് അള്ളാന്റെ ഹബീബ് നടന്നുപോയ വഴി ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുത്തിട്ട് സഞ്ചരിച്ചയാളാണ്. ഹബീബ് ഇരുന്ന ഇടവഴികളെ അടയാളപ്പെടുത്തിയ ആളാണ്. അത് വെച്ചുകൊണ്ട് കലണ്ടർ പ്രസിദ്ധീകരിച്ചയാളാണ്. അത് വെച്ചുകൊണ്ട് പലവിധേനയുള്ള ആവിഷ്കാരങ്ങൾ നടത്തിയ ആളാണ് ഡോക്ടർ അബ്ദുള്ള അൽ ഖാദി. അദ്ദേഹം ഒരു മുഹിബ്ബാണ്, ആശിഖാണ്. വരട്ടെ, അതുപോലെ അറിഞ്ഞ എത്രയെത്ര ആളുകളാണ്. അള്ളാന്റെ ഹബീബും സഹാബത്തും പോവുകയാണ്. മക്കക്കാരുടെ മുഴുവൻ നിഗമനങ്ങളെയും തെറ്റിച്ച് റസൂലുള്ളാന്റെ സൈന്യം 3 പ്രാവശ്യം വഴിമാറി അതാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അവസാനം വഴിയിൽ ഒരു സ്ഥലത്ത് തമ്പടിക്കുമ്പോ രാത്രി കാവൽ നിൽക്കാൻ ആരാണ്? ഉബ്ബാദ് ബിൻ ബിശ്റാണ്, ഔസ് ബിൻ ഖൗലിയാണ്, മുഹമ്മദ് ബിൻ മസ്ലമയാണ്. അവസാനം ഹബീബിന്റെ യാത്ര തുടരട്ടെ. ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അതാ എത്തിച്ചേരുന്നു. എന്നോട് സദസ്സ് മാപ്പ് ചെയ്യണം. ഈ യാത്രയുടെ എല്ലാ ദിശകളെയും പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഹുദൈബിയ ട്രീറ്റിയിലേക്ക്, സന്ധിയിലേക്ക് കുറച്ച് കഴിഞ്ഞെങ്കിലും ഒന്ന് ചേരണമെന്നുണ്ട്. ലോക സമാധാനത്തിന്റെ സമവാക്യങ്ങളെ പറയണമെന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമ്പടിച്ചു അവിടുത്തെ ഖസ്വാ എന്ന ഒട്ടകത്തിന്റെ മേലെ. ഹബീബ് പറയും, എനിക്ക് ഇഷ്ടമുള്ള വാഹനമാണ് ഖസ്വാ എന്ന ഒട്ടകം. ഒരു സ്ഥലത്ത് മുട്ടുകുത്തിയാൽ അവിടെ ബറക്കത്തുണ്ടാകും. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒട്ടകത്തിന്റെ മഹാത്മ്യം ലോക ഭരണാധികാരികളെ, നിങ്ങളുടെ ഒരാളുടെയും കിരീടത്തിനില്ല ഈ മഹത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിന്റെ ബഹുമാനം കിസ്റായുടെ തലയിൽ വെച്ചിരുന്ന കിരീടത്തിനില്ല. പേർഷ്യയിലെ ഭരണാധികാരികളുടെ തലയിലിരുന്ന കിരീടത്തിന് രാധാ മദീനയുടെ നായകന്റെ കാൽക്കൽ കിടന്ന ചെരുപ്പിന്റെ മൂല്യമില്ല. കാരണം റസൂലുള്ളാന്റെ പാദുകം അല്ല, ആ പാദുകത്തിന്റെ മോഡൽ, ആ പാദുകത്തെ, അതിന്റെ ചിത്രം, അതിന് ലോകം നൽകുന്ന ബഹുമാനം കിസ്റയുടെ ചക്രവർത്തിയുടെ തലയിൽ വെച്ച കിരീടത്തിനില്ല. പേർഷ്യയുടെ ഭരണാധികാരിയുടെ സിംഹാസനത്തിനില്ല. ലോകത്തൊരു തമ്പുരാന്റെയും ഇരിപ്പിടത്തിനില്ല. ലോകത്തൊരു ഭരണാധികാരിയുടെയും സിംഹാസനത്തിനില്ല. പിന്നെന്തിനാണ് ഞങ്ങളുടെ നായകരുടെ ഫോട്ടോ? ആവശ്യമില്ല. കഹാ ജാതാ ഹെ രഹ്തേ ഹെ ദൂല ഫഖത് മദീനെ മേം ഗലത് ഹെ രഹ്തേ ഹെ വോ ആശിഖോं के सीने में.